ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു ഫ്രൈഡേ വ്ലോഗാണേ. ശരിക്കും രാവിലെ എണീറ്റപ്പം വീക്കെൻഡ് ആയതിൻ്റെ എല്ലാ മടുപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ അമാന്തിച്ചൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ള പണികളെല്ലാം പെൻഡിങ് ആവുമെന്ന് കരുതിയിട്ട് നേരെ കുക്കിങ്ങിലേക്ക് കടന്നു. തലേദിവസത്തെ പാത്രങ്ങളൊന്നും എടുത്തു വെച്ചിട്ടില്ല. അത് തൽക്കാലം കുക്കിങ്ങിനിടയിൽ കിട്ടുന്ന ഗ്യാപ്പിനുള്ളിൽ എടുത്തു വെക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് കുട്ടികൾക്ക് സ്കൂളിൽ പോകേണ്ട ദിവസമാണ്. അപ്പോൾ അവർക്ക് ലഞ്ചിന് എന്തെങ്കിലും കൊടുത്തു വിടണമല്ലോ. സ്പെഷ്യലായിട്ട് ചിക്കൻ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചത്. മസാല റൈസും അതിൻ്റെ കൂടെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് വെക്കാമെന്ന് കരുതി. അതിന് വേണ്ടിയിട്ട് ചിക്കൻ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് ഇന്നലെ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ രാവിലെ എണീറ്റ് വന്നപ്പോൾ തന്നെ കൈമാ റൈസും വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇങ്ങനെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉള്ള ദിവസം ഇച്ചിരി ലേറ്റ് ആയിട്ട് എണീക്കാറുള്ളൂ. ചോറും കറികളുമാണ് കൊടുത്തു വിടുന്നതെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം കുറച്ച് നേരത്തെ എണീക്കും. അങ്ങനെ ചിക്കൻ വറുക്കാൻ വേണ്ടിയിട്ട് പാനൊക്കെ ചൂടാക്കാൻ വെച്ചിട്ട് അത് ചൂടാവുന്ന സമയം കൊണ്ട് പതുക്കെ പാത്രങ്ങളൊക്കെ ഒന്ന് കബോർഡിലേക്ക് കയറ്റാമെന്ന് വിചാരിച്ചു. ഓരോ കബോർഡ്സിലും തരം തിരിച്ചാണ് പാത്രങ്ങൾ വെക്കുക. അപ്പോൾ അതനുസരിച്ചുള്ള പാത്രങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. ഇതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും പാനും അതിലെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നു. ഞാൻ ചിക്കനെല്ലാം വറക്കാനായിട്ട് ഇട്ടു. ഈ ചിക്കനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്ന മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, കുറച്ച് തൈര്, കുറച്ച് നാരങ്ങാനീര്, ഉപ്പ്, ഗരം മസാല, ഇത്രയെല്ലാം കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്തിട്ടാണ് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ഇന്നലെ രാത്രി ഫ്രിഡ്ജ് വെച്ചത്. ചിക്കൻ സ്ലോ ഫ്ലെയിമിലിരുന്ന് നന്നായിട്ട് വെന്ത് വരണം. കുറച്ചധികം ടൈമും എടുക്കും. ആ സമയം കൊണ്ടെന്നാൽ ചോറ് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഒന്ന് ഫൈനൽ മിക്സിങ് ചെയ്യാനായിട്ട് പറ്റും. ടൈം അത്രയും ലാഭിക്കാം. അങ്ങനെ റൈസിനുള്ള പാത്രമൊക്കെ വെച്ച് അതിലേക്ക് എണ്ണയും ബട്ടറും ഒരുപോലെ ആഡ് ചെയ്ത് കൊടുത്തു. അതിലേക്ക് പിന്നെ വോൾ സ്പൈസസ് ചേർത്ത് കൊടുത്തു. പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫ്, ഒരു 3-4 കുരുമുളകും കൂടി ഇട്ട് കൊടുത്തു. അതൊന്ന് മൂത്ത് വരുന്ന സമയം കൊണ്ട് ഇഞ്ചി, വെളുത്തുള്ളി ചേർത്ത് കൊടുത്തു. പച്ചമുളക് നന്നായിട്ട് എരിവ് വേണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെ എരിവ് പ്രാധാന്യം ഇല്ലാത്തതുകൊണ്ട് അത് ചേർക്കുന്നില്ല. അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വന്നു കഴിയുമ്പോഴത്തേക്കും തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരൊറ്റ തക്കാളിയെ ചേർക്കുന്നുള്ളൂ, അധികം പുളി വേണ്ടാത്തതുകൊണ്ട്. ഇനി തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരണം. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ വിൻഡോസ് എല്ലാം തുറക്കാൻ പോയി. പിന്നെ ടൈം ഏതാണ്ട് പിള്ളേരെ വിളിക്കേണ്ട ടൈമൊക്കെ ആയി. അവരെ എണീപ്പിച്ച് ഒന്ന് കുളിപ്പിക്കാനായിട്ട് പറഞ്ഞു വിടുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക്. അത് കുറച്ച് പണിപ്പാടുള്ള കാര്യമാണ്. ഒരാൾ പെട്ടെന്ന് എണീക്കും, മൂത്തയാൾക്ക് എണീക്കാൻ ഇത്തിരി മടിയാണ്. അന്നേരം ലൈറ്റ് ഇട്ടിട്ട് ഫാനെല്ലാം ഒന്ന് ഓഫ് ചെയ്ത് പതുക്കെ ഞാൻ റൂമിൽ നിന്ന് എസ്കേപ്പ് ആയി പോരും. ഒരുമാതിരിപ്പെട്ട പിള്ളേരെല്ലാം ഇങ്ങനെയാണെന്ന് തോന്നുന്നല്ലേ. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ അമ്മയൊക്കെ വിളിക്കുമ്പോൾ 5 മിനിറ്റ് 10 മിനിറ്റ് എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ ഇവിടെ എൻ്റെ ഫെൽസൂടിന് അങ്ങനെയൊന്നും പറയില്ല. 1 സെക്കൻഡ് എന്നാണ് പറയുക. 1 സെക്കൻഡ്. ആ 1 സെക്കൻഡും കൊണ്ട് പുള്ളിക്ക് എന്താണ് കിട്ടണതെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ 1 സെക്കൻഡ് കുറച്ചധികം സെക്കൻഡുകളാവുമെന്ന് മാത്രം. അങ്ങനെ അതൊക്കെ നടത്തി വേഗം തിരിച്ചു വന്നു. ഇല്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ മസാല ബിരിയാണി എന്നുള്ളത് കരിഞ്ഞ ബിരിയാണി ആയിപ്പോവും. തക്കാളിയെല്ലാം നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ കുറച്ച് ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന സവോള കൂടി ചേർത്ത് കൊടുത്തു. അടുത്ത ഘട്ടം പറയുന്നത് റൈസ് ചേർത്ത് കൊടുക്കുക എന്നുള്ളതാണ്. റൈസെല്ലാം ഇട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ വെള്ളമെല്ലാം വറ്റി കഴിയുമ്പോൾ അതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കും. 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലാണ് ഒഴിക്കുക. കൂടെ കുറച്ച് നാരങ്ങാനീരും ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ബിരിയാണി റൈസിന് വേണ്ടിയിട്ടുള്ള എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത ആ ഒരു മസാല മാത്രമേ നമ്മൾ മസാലയായിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. വേറെ അഡീഷണൽ മസാലകളൊന്നും നമ്മൾ റൈസിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നില്ല. ചിക്കൻ നന്നായി ഫ്രൈ ചെയ്ത് വന്നിട്ട് അതിൻ്റെ ഗ്രേവിയും ഈ ചിക്കനും കൂടിയാണ് റൈസിലേക്ക് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ കഴിക്കുന്ന സമയത്ത് നമുക്കൊരു ആൽഫാമിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ ആയിരിക്കും തോന്നുന്നത്. ഇന്നലത്തെ സാമ്പാർ ബാലൻസ് ഉണ്ടായിരുന്നെങ്കിലും രാവിലെ ചപ്പാത്തിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തക്കാളിക്കറി ഉണ്ടാക്കി തരാമോയെന്ന് ചോദിച്ചു. അപ്പം നമുക്ക് പെട്ടെന്ന് കിട്ടിയ ഒരു പണിയാണ് തക്കാളിക്കറി ഉണ്ടാക്കുക എന്നുള്ളത്. വളരെ റെയറായിട്ട് ഇങ്ങനെ കറികൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി തരാമോ എന്ന് ചോദിക്കാറുള്ളൂ. അപ്പോൾ പിന്നെ ആ ആവേശത്തിൽ അങ്ങോട്ട് ഉണ്ടാക്കാൻ തുടങ്ങി. ഈ ടൊമാറ്റോ കറി എല്ലാ വീടുകളിലും തന്നെ ഉണ്ടാക്കുന്നതായിരിക്കും കേട്ടോ. ദോശയ്ക്ക് വേണ്ടിയും മെയിൻലി ചപ്പാത്തിക്ക് വേണ്ടിയിട്ട്. പിന്നെ അതിന് വേണ്ടി ഒരു റെസിപ്പി ഇടേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഏതോ ഒരു സിനിമയിൽ പറയില്ലേ, അവിടെ കല്യാണം ഇവിടെ പാലുകാച്ചൽ, അവിടെ കല്യാണം ഇവിടെ പാലുകാച്ചൽ എന്ന്. അതുപോലെ ഒരിടത്ത് ബിരിയാണി റൈസ്, ഒരിടത്ത് തക്കാളിക്കറി, ഒരിടത്ത് ദാണ്ട ചപ്പാത്തി. ഇതെല്ലാം കൂടെ ഇങ്ങനെ മാറി മാറി ഇളക്കി മറിച്ച് ഞാൻ എങ്ങനെയൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തു. റൈസിൻ്റെ കൂടെ തക്കാളിയൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് ഒരു റെഡ് കളറാണ് റൈസിന് വന്നേക്കുന്നത്. ഇനി ഇതിനകത്ത് ചെയ്യാനുള്ള അടുത്ത പരിപാടി എന്നാന്ന് വെച്ചാൽ ചിക്കൻ അടിയിൽ ഇങ്ങനെ നിരത്തിയിട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ റൈസ് ഇട്ട് ദമ്മിടുക എന്നൊന്നും പറയാനില്ല. രണ്ടും കൂടെ ഒന്ന് ലെയറാക്കി ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കും. അടിയിലായിട്ട് ചിക്കൻ എല്ലാം കൂടെ ഇങ്ങനെ നിരത്തി വയ്ക്കും. അതിൻ്റെ മുകളിലേക്ക് റൈസ് ഇങ്ങനെ ഫുള്ള് നിരത്തിയിട്ട് കൊടുക്കും. അപ്പം നന്നായിട്ട് ചിക്കൻ്റെ ആ മണം എല്ലാം കൂടി റൈസിലേക്ക് പിടിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ഒരു ആൽഫാമിൻ്റെ ഫ്ലേവർ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞത്. ഫൈനലി ഒരു 7:45 ആയപ്പോഴത്തേക്കും എൻ്റെ കുക്കിംഗ് പരിപാടികളെല്ലാം അവസാനിച്ചു. ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം 8 മണിക്കാണ് അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കേണ്ടത്. 8:10 ആകുമ്പോഴത്തേക്ക്. ഞാൻ ഈ യൂണിഫോം തേക്കുന്ന പരിപാടിയൊന്നും തലേദിവസം ചെയ്ത് വെക്കാറില്ല കേട്ടോ. എന്താണെന്നറിയത്തില്ല, എനിക്കത് ഇഷ്ടമില്ല. എനിക്ക് ആ മുഹൂർത്തത്തിൽ തേച്ച് കൊടുക്കുന്നതാണ് ഇഷ്ടം. അത് അവർക്കും അങ്ങനെ ഒരു താല്പര്യമുണ്ട്. അതെന്താണെന്നറിയോ, ഈ തേച്ചങ്ങോട്ട് ദേഹത്തേക്ക് ഇടുമ്പോൾ ഒരു ചെറിയ ചൂട് കിട്ടുമല്ലോ. നല്ല മഴയൊക്കെ ആണെങ്കിൽ ഒന്നുകൂടി ഒന്ന് അയൺ ചെയ്തിട്ട് തരാമോ എന്ന് ചോദിക്കും. അപ്പോൾ
ഞാൻ ആ ടൈമിൽ മാത്രമേ ഞാനിപ്പോൾ തേക്കാറുള്ളൂ. ചില ദിവസങ്ങളിൽ അതൊരു 8ൻ്റെ പണിയാവാറുണ്ട്. രാവിലെ സമയങ്ങളിൽ കറണ്ട് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ അത് വലിയ തൊല്ലിയാവും. ഫെലിക്സിന് കുറച്ചധികം പ്രിൻ്റ് ഔട്ടുകൾ എടുക്കാനുണ്ട്. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത പരിപാടി. അതൊരു പ്രൊജക്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളാണ്. അതിൻ്റെ പേപ്പറും കാര്യങ്ങളെല്ലാം എടുത്തു. തലേ ദിവസങ്ങളിൽ പിള്ളേർക്ക് എത്രമാത്രം ടൈം അവരുടെ കയ്യിലുണ്ടെങ്കിലും അവർക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുള്ളത് ആ ഓൺ ദി സ്പോട്ടിൽ മാത്രമേ നമ്മുടെ അടുത്ത് പറയത്തുള്ളൂ. ഇതൊന്നും നമ്മുടെ പ്ലാനിങ്ങിൽ ഇല്ലാത്ത കാര്യങ്ങളായതുകൊണ്ട് അതിനുവേണ്ടി കുറച്ച് ടൈമൊക്കെ വേണ്ടി വരുന്നൊരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പണികളെ മുഴുവൻ അത് ബാധിക്കും, നമ്മുടെ ടൈമിങ് മുഴുവൻ തെറ്റും. എൻ്റെ മക്കളിങ്ങനെ ഓരോ പണി എനിക്കിട്ട് ഇങ്ങനെ തരുമ്പോൾ എൻ്റെ ബാല്യകാലം ഞാൻ അറിയാതെ സ്മരിച്ചു പോകാറുണ്ട്. ഇതുപോലത്തെ ഓരോ പണികളും ഞാൻ എൻ്റെ പേരൻസിനും കൊടുത്തിട്ടുണ്ടല്ലോ എന്നോർത്ത്. ഫാബികുട്ടിൻ്റെ കാലിലെ സ്റ്റിച്ചൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡോക്ടർ ഇനി ഡ്രസ്സിംഗ് ഒന്നും വേണ്ട, ഓപ്പൺ ആയിട്ട് വിട്ടേക്കാനാണ് പറഞ്ഞതെങ്കിലും സ്കൂളിലേക്ക് പോകുന്നതുകൊണ്ട് ഒരു തരത്തിലും പൊടിയും കാര്യങ്ങളും ഒന്നും അടിക്കണ്ട, എവിടെയെങ്കിലും തട്ടുകയോ മറ്റോ ചെയ്തെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് ചെറുതായി ഡ്രസ്സിംഗ് ഒക്കെ ചെയ്തിട്ടാണ് വിടുന്നത്. അങ്ങനെ 9-10 ആയപ്പോഴത്തേക്കും സ്കൂൾ ബസ് വന്ന് പിള്ളേരെയൊക്കെ കയറ്റി വിട്ടു. അങ്ങനെ ഞാൻ പതിയെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു. ഇനി അധികം താമസിക്കാനൊന്നുമില്ല, കാരണം ഇപ്പം തന്നെ 9:15 9:20 ആയി. ഇന്ന് ചെയ്തു തീർക്കാനുള്ള ഓരോ കാര്യങ്ങൾക്കും ടൈമൊക്കെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേറൊന്നുമല്ല, കറക്റ്റ് 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇന്ന് പുറത്തു പോകാനുണ്ട്, കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ഞാൻ ബിരിയാണിയും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി ഉച്ചക്കത്തേക്ക്. പക്ഷേ ജെന്നിക്കും മക്കൾക്കും കൊടുക്കാനുള്ള ചോറിട്ടിട്ടില്ല. അപ്പോൾ ഇനി അതും കൂടി ഉണ്ടൊരു പണി. പെട്ടെന്ന് ഓർത്തതാണ്, ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. സാധാരണ ഇപ്പോഴും ചോറൊക്കെ കൊടുത്തു വിടാനുള്ള സമയങ്ങളിൽ രാവിലെ തന്നെ വെക്കുന്നതുകൊണ്ട് അതിനൊരു മുടക്കം വരാറില്ല. പക്ഷേ ഇന്ന് ചോറല്ലല്ലോ, ബിരിയാണിയല്ലേ ഉണ്ടാക്കിയത്. അപ്പോൾ പിന്നെ അതിൻ്റെ കാര്യം മറന്നുപോയായിരുന്നു. അപ്പോൾ പാത്രം കഴുക്കും കിച്ചൺ ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് തിളയ്ക്കാനൊന്നും നിന്നില്ല. അതിന് മുമ്പേ തന്നെ റൈസൊക്കെ ഇട്ടു. എവിടെയെങ്കിലും പോകുന്നതിന് മുമ്പ് പണികളെല്ലാം തീർത്ത് നല്ല നീറ്റായി വീട് കിടക്കുന്നത് കണ്ടിട്ട് പോകാനാണ് എനിക്കിഷ്ടം. തിരിച്ചു വന്ന് കയറിയതിന് ശേഷം എനിക്ക് പണിയാനോ ക്ലീൻ ചെയ്യാനോ ഉള്ള യാതൊരു മൂഡും ഉണ്ടാവത്തില്ല. സ്വാഭാവികമായിട്ടും ടയേർഡും ആയിരിക്കും. പക്ഷെ ചില സാഹചര്യങ്ങളിലൊന്നും ഇത് നടക്കാറില്ല. വീട്ടിലാരെങ്കിലുമൊക്കെ ഗസ്റ്റ് ഉള്ളപ്പം സ്വാഭാവികമായിട്ടും ഇതൊന്നും നടക്കില്ല. അതൊക്കെ അവരെയും കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുപോലെ ഇന്നത്തെ യാത്രയ്ക്ക് മുമ്പ് അത്യാവശ്യമായിട്ട് ചെയ്തു തീർക്കേണ്ട ജോലികളിൽ പെട്ട ഒന്നാണ് ഈ തുണി മടക്കും, കുറച്ച് തുടയ്ക്കലും പറക്കലും. സിറ്റൗട്ടെല്ലാം ഒന്ന് തുടച്ച് ചെടികളെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് പുതിയ കുറച്ച് സ്റ്റാൻഡും കാര്യങ്ങളെല്ലാം ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ കുറച്ചധികം പ്ലാന്റ്സ് സിറ്റൗട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ 2 സ്റ്റെപ്പ് വരുന്നിടത്ത് നേരത്തെ അവിടെ ഉണ്ടായിരുന്നതാണ്. പക്ഷെ അതികഠിനമായ വെയിൽ ആ സൈഡിലേക്ക് വന്നിരുന്നതുകൊണ്ട് ഞാൻ അതെടുത്ത് മാറ്റി. സിറ്റൗട്ടിന്റെ സൈഡിലായിട്ട് ഒരു ക്ലൈംബിംഗ് പ്ലാന്റ് നന്നായിട്ട് വളർന്ന് ഇങ്ങനെ ചെറിയ രീതിയിൽ ഷെയ്ഡ് കൊടുക്കുന്നതുകൊണ്ട് ഇനി വെയിലിന്റെ അത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് പുതിയ പ്ലാന്റ് വെച്ചു കൊടുക്കാനായിട്ട് തീരുമാനിച്ചത്. വീടിന്റെ പല സ്ഥലങ്ങളും അട്രാക്റ്റീവ് ആക്കാനും ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ട് ചെടികളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും തിരിച്ചുമൊക്കെ ഞാൻ വെച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ ഇൻഡോറിലും ഔട്ട്ഡോറിലും ആയിട്ട് വെച്ചു കൊടുക്കുമ്പോൾ അത് ചെടികൾക്കും നല്ലതാണ്. അധികം ക്യാഷ് ഒന്നും സ്പെൻഡ് ചെയ്യാതെ വീട് എങ്ങനെ അട്രാക്റ്റീവ് ആക്കി വെക്കാം എന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സിറ്റൗട്ടിലിരിക്കുന്ന റബ്ബർ പ്ലാന്റ് കുറച്ച് നാൾ മുമ്പ് വരെ ലിവിംഗ് റൂമിലിരുന്നതാണ്. അതിപ്പോൾ എടുത്ത് ഞാൻ പുറത്തേക്ക് വെച്ചു. അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന പോലെ എൻ്റെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞു. അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം. വീഡിയോ കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കാണുന്നവർ ചെറുതാണെങ്കിലും ഒരു കമൻറ്റ് ഇട്ടിട്ട് പോകാൻ മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും ബൈ.